എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ജസ്ന സലീം, ഇന്നത്തെ വിഷയം ജസ്ന സലീമിൻ്റെയാണ്. ജസ്ന സലീം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് റീലെടുക്കലും കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നത്, എങ്ങനെ നോക്കിയാലും പുള്ളിക്കാരത്തി എപ്പോഴും സംസാര വിഷയമായിരിക്കും. കൂടുതലും പക്വതയില്ലാതുള്ള പെരുമാറ്റം കൊണ്ട് മറ്റുള്ള പുള്ളിക്കാരത്തി നിൽക്കുന്ന ഒരു മതത്തിലാണ്, വേറൊരു മതത്തിൻ്റെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവാണ്, വളരെ പക്വതയോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ എന്നുള്ളൊരു വിവരമില്ലാതെ ഓരോന്ന് കാട്ടിക്കുട്ടി അവസാനം കുറച്ച് നാൾ മുന്നേ ആത്മഹത്യ വരെ ചെയ്യേണ്ട രീതിയിലേക്ക് എത്തിച്ചേർന്ന് പുള്ളിക്കാരത്തി. മക്കളെ പോലും ആലോചിക്കാതെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്ത് ഒന്നും ചിന്തിച്ചിട്ടല്ല ഇതുപോലൊരു ഭയങ്കര സെൻസിറ്റീവായ വിഷയം എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിനടയിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയിട്ട് അവിടെ പോയിട്ട് കമൻ്റ് ഇട്ട സ്ത്രീയെ കണ്ടപ്പോൾ അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഇപ്പുറത്ത് കേക്ക് വിൽപ്പന നടത്തുന്നു. ഈ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇനി നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകണില്ല എന്ന് പറഞ്ഞു. ഉടനെ ആ കൂടെ തന്നെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണെന്നറിയാം. അതാണ് ഒട്ടും ആ കുട്ടിക്ക് ഒരു പക്വതയില്ല, അല്ലെ ആ കുട്ടി ചിന്തിക്കുന്നില്ല എന്നുള്ള ആ ഒരൊറ്റ കാര്യത്തിൽ നമുക്കറിയാം. ആ കുട്ടി പറയുന്നത്, ഞാൻ ഇനി ഗുരുവായൂർ പോണേ ഇല്ല എന്ന് പറഞ്ഞ് ആ നിമിഷം ആ വായി തന്നെ പറയുകയാണ്, ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോകരുത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനാണ് പോകരുത്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും മതി, അല്ല പടം വരച്ച് വീട്ടിൽ നിന്ന് വിൽക്കാമല്ലോ, അപ്പോൾ അതൊരു വിഷയമല്ല. പക്ഷെ പറയുന്ന വാക്കുകൾക്കൊന്നുമില്ല. അതിൻ്റെ കൂടെ പറഞ്ഞു വിട്ട് ഏറ്റവും വലിയ വിവരക്കേടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വിവരക്കേട്, നമ്മൾ പിടിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഹിന്ദുക്കളെ വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചതെന്ന്. അത് ഞാൻ ഹിന്ദുക്കൾക്ക് പടം വരച്ചു കൊടുക്കുന്ന ഒരു ഉപകാരമല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കാണ് പറയുന്നത്, കുഴപ്പമില്ല. ഏതായാലും ഞാൻ കാരണം ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാറായല്ലോ. അപ്പോൾ ജസ്ന സലീമിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണോ ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കുന്നത്? ഇങ്ങനെ ഈ സംസാരങ്ങൾ വായിൽ നിന്ന് വീഴുന്ന വാക്ക്, ഇത് വളരെ സെൻസിറ്റീവായൊരു കാര്യമാണെന്നും ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും, അങ്ങനെ ഒരു ചിന്തയില്ലാതെ വായിക്ക് പിടിച്ചത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പ്രവർത്തിച്ച് ഇപ്പോൾ ഭർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞു, ഈ പരിപാടി നിർത്തിക്കോ, ശല്യമായെന്ന്. അത് നേരാണ്. പക്ഷേ ഇത് മുന്നോട്ട് പോയി ഇങ്ങനെ ചിന്തയില്ലാതെ ഓരോന്ന് പറയുകയും ഓരോന്ന് പ്രവർത്തിക്കുകയും എല്ലാം ചെയ്താൽ ഇത് വളരെ അപകടാവസ്ഥയിലോട്ട് നീങ്ങുന്ന ഒരു വിഷയമായി മാറും. ലാസ്റ്റ് തീരെ ചിന്താശക്തി ഇല്ലാതെ. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പ്രിയ അറിയാലോ, ബിഗ് ബോസിൽ പോയിട്ടുണ്ട്, നടിയാണ്, എഴുത്തുകാരിയാണ്. അപ്പോൾ ലക്ഷ്മി പ്രിയ വളരെ സ്നേഹത്തോടുകൂടി ജസ്ന സലീമിന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, വളരെ സ്നേഹത്തോടെ. എന്നാൽ കാര്യകാരണ സഹിതം വിശദീകരിച്ച് ജസ്ന സലീമിൻ്റെ തലയ്ക്കകത്ത് ഒരല്പം വെളിച്ചം വീഴാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യമേ കൃഷ്ണനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊരു വിവരണം പറയുന്നുണ്ട്. കൃഷ്ണൻ ഭഗവാനെക്കുറിച്ച് എന്താ പറയുന്നുണ്ട്. കാരണം ദുര്യോധൻ്റെ കൊട്ടാര സദസ്സിൽ വസ്ത്രാക്ഷേപത്തിന് ദുശാസനൻ ഇങ്ങനെ സാരി വലിച്ചുകൊണ്ടേ ഇരിക്കുമ്പം വസ്ത്രമില്ലാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്ന അതിന് മുന്നേ ഭഗവാനെ വിളിച്ച് ദ്രൗപദി കരയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ദ്രൗപദിയെ സഹായിക്കുന്ന കാര്യം അത് തൊട്ടിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു ആമുഖം ലക്ഷ്മിപ്രിയ പറഞ്ഞതിന് ശേഷമാണ് കാര്യത്തിലേക്ക് ജസ്ന സലീമിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുന്ന രീതിയിലൊരു കുറിപ്പാണ്. ആ കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കുറിച്ച് പറഞ്ഞത് വായിക്കാം. ഭക്തന്മാരുടെ ഭക്തനായ കണ്ണൻ കൗരവസഭയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദ്രൗപദി ഹൃദയനിവാസ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് രക്ഷിച്ച കണ്ണൻ. ഞാനത് ആദ്യം പറഞ്ഞാണ്. പിന്നെ ദുര്യോധൻ്റെ കൊട്ടാരം കാണാൻ ചെരുപ്പഴിച്ച് പുറത്തു പോയ ദ്രൗപദി തിരികെ എത്തും വരെ ആ പാദങ്ങൾക്ക് കാവലിരുന്ന കണ്ണൻ, ദ്രൗപദിയുടെ ചെരുപ്പുകൾക്ക് കാവലിരുന്ന കണ്ണൻ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ കണ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു കണ്ണൻ. ആ ഭഗവാൻ തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടി സ്നേഹത്തോടെ വരച്ചു കൊണ്ടുവരുന്ന തൻ്റെ ചിത്രവും സ്വീകരിക്കും എന്നതിൽ തർക്കമില്ല. അത് ആദ്യമേ തന്നെ ജസ്ന സലീമിന് കിട്ടുന്ന ഒരു അംഗീകാരം. ജസ്ന സലീം ഇപ്പം ജാതി മതമൊന്നും ഒരു ദൈവത്തിനും ഇല്ലെന്നുള്ള അറിയാലോ. നല്ല ഭക്തിയോടുകൂടി ഇതായിട്ട് അവിടെ പോയി ജസ്ന സലീം തൊഴുതാൽ അത് കൃഷ്ണൻ അങ്ങനെ ജാതി മതമൊന്നുമില്ല, മനുഷ്യർക്കാണ് ജാതി മതമുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ജസ്ന ആ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റില്ല. അടുത്തത് പറയുന്നത് പ്രിൻ്റ് എടുത്തതാണെങ്കിലും ഇപ്പോൾ ഒരു വിവാദം നടക്കുന്നുണ്ടല്ലോ, ജസ്ന സലീം ഒരേ രീതിക്കുള്ള പടമാണ് വരയ്ക്കുന്നത്, അത് മറ്റാരോ സ്കെച്ച് കൊടുത്താന്നോ അങ്ങനെ എന്തോ ഒരു വിവാദം നടക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ചും ലക്ഷ്മിപ്രിയ സൂചിക്കുന്നുണ്ട്. പ്രിൻ്റ് എടുത്താണെങ്കിലും മറ്റാരെങ്കിലും വരച്ചതാണെങ്കിലും വേറെ ആരെങ്കിലും വരച്ചു കൊടുത്തതാണെങ്കിലും എൻ്റെ കണ്ണന് അതൊന്നും പ്രശ്നമല്ല. സ്നേഹത്തോടെ ഭക്തിയോടെ എൻ്റെ കണ്ണന് സമർപ്പിച്ച് കൊടുത്താൽ മുട്ട ചേർത്ത കേക്കായാലും എൻ്റെ കണ്ണൻ അത് രുചിക്കും. അവിടെ ആ കേക്ക് മുറിച്ച് കൊടുത്തതിനെക്കുറിച്ചുള്ള സൂചനയാണ്. അതെനിക്കുറപ്പാണ്. ഞാൻ എന്ന കരുതൻ നിഷ്കാമ ഭക്തി ഇത് രണ്ടും ചേർന്ന് നിനക്ക് എന്തും സമർപ്പിക്കാം. പക്ഷേ അത് സ്വന്തം വീട്ടിലാകണം എന്നു മാത്രം. അതൊരു പോയിൻ്റാണ്. ഇവിടെ ഒരു ഗുളിക കഴിക്കാൻ കൊടുത്താൽ പോലും കണ്ണന് സമർപ്പിക്കുന്ന ഒരു 8 വയസ്സുകാരിയുണ്ട്. അത് ലക്ഷ്മിപ്രിയയുടെ മോള് മരുന്ന് കഴിക്കണേ പോലും കൃഷ്ണന് സമർപ്പിക്കുന്നു.
ആ കുട്ടിയുടെ സ്വഭാവമാണ് അത് പറഞ്ഞത്. കണ്ണൻ കേക്കും കഴിക്കും എന്ന് എനിക്കറിയാം. അത് പക്ഷേ താന്ത്രിക വിധിപ്രകാരം ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന ആരാധനാലയങ്ങളിൽ ആവരുത്. ആരാധനാലയത്തിന് പുറത്ത് നടപ്പന്തലിലല്ലേ എന്ന് ചോദിക്കുന്നവരോട്, അങ്ങനെ ചോദിക്കുന്നവരോട്, അമ്പലത്തിനകത്തില്ലല്ലോ അമ്പലത്തിന് പുറത്തല്ലേ കേക്ക് വിതരണം നടത്തിയവർ എന്ന് ചോദിക്കുന്നവരോട് നാളെ കൃഷ്ണഭക്തയായ ഒരു കുട്ടി വന്നിട്ട് ചിക്കൻ ബിരിയാണി നടപ്പന്തലിൽ വെച്ചു പങ്കിട്ടാലും അത് ശരിയെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? അത് ശരിയല്ലേ? ചിക്കൻ ബിരിയാണി അമ്പലത്തിന് അകത്തല്ലല്ലോ, നടപ്പന്തലല്ലേ, പുറത്തല്ലേ, പിന്നെ എന്താണെന്ന് ആ ചോദ്യം വന്നാൽ അതിന് എന്ത് മറുപടി പറയും? പറ്റുമോ? പിന്നെ ഒരു മെയിൻ പോയിന്റ്, അമ്പലങ്ങളിലാണേലും എല്ലായിടത്തും ആ ശുദ്ധിയെ പറ്റി നമ്മളോട് പറയുന്നുണ്ട് ലക്ഷ്മി പ്രിയ. അതൊന്ന് കേൾക്കാം. അതായത് ഭക്ഷണം കഴിച്ച് വായ ശുദ്ധീകരിക്കാതെയോ മലമൂത്ര വിസർജനം നടത്തിയ ദേഹം ശുദ്ധീകരിക്കാതെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നിരിക്കെ ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ നിൽക്കുന്നവർക്ക് കേക്ക് വിതരണം നടത്താൻ പാടില്ലായിരുന്നു. മാത്രമല്ല, പങ്കുവച്ച ഭക്ഷണം ഒരാളുടെ വായിൽ നിന്ന് മറ്റൊരാളുടെ വായിലേക്ക് കൊടുക്കുമ്പോൾ എച്ചിലാണ്. അത് കഴിച്ചാരും അകത്ത് കയറരുത്. ഇങ്ങനെ ഒരു കേക്ക് കഷ്ണം ഒരാളുടെ വായിൽ നിന്ന് അടുത്ത ആളുടെ വായിലോട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് എച്ചിലാവും. രണ്ടാമത്, അമ്പലങ്ങളിൽ കുളിച്ചിട്ട് കയറാനേ പാടുള്ളെന്നൊരു ഇതുണ്ട്. ശുദ്ധി ഭയങ്കര ഇതാണ്. മുഷിഞ്ഞ വസ്ത്രം പറ്റിയല്ല. കുളിച്ചിട്ട് പണ്ടൊക്കെ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഈറനോടുകൂടി വെള്ളം ഇങ്ങനെ ഒഴുകുന്ന രീതിയിലാണ് പണ്ടൊക്കെ അമ്പലത്തിൽ പൊക്കോണ്ടിരുന്നത്. അത് മാറി നമ്മൾ വീട്ടിൽ നിന്ന് പുതിയ വസ്ത്രം ഇട്ടു, ആരും മുഷിഞ്ഞ വസ്ത്രം ഇട്ട് കയറത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വാ കഴുകാതെ ഒന്നും അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. ആ കാര്യം ജസ്നയ്ക്ക് അറിയില്ലെങ്കിൽ അത് ജസ്നയെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ ലക്ഷ്മിപ്രിയ ചെയ്ത്. അടുത്തത് നമുക്ക് വായിക്കാം. ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റേതായ പവിത്രതയുണ്ട്. അത് പാലിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് മറ്റ് മതസ്ഥർ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് മറ്റ് മതസ്ഥരുടേതാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിലേക്ക് ചൂണ്ടപ്പെടുന്നതെല്ലാം നാം ഒഴിവാക്കണം. ജസ്നെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാ. റീൽസ് എടുക്കാനും കോപ്രായങ്ങൾ കാട്ടാനുമുള്ള സ്ഥലമല്ല ആരാധനാലയങ്ങൾ. അത് ഗോഷ്ഠി കൂടിയാണെങ്കിൽ വല്ലാതെ മുറിപ്പെടും. ഇതൊക്കെ ജസ്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സനാതന ധർമ്മികൾക്ക് മതവും ജാതിയും ഒന്നും പ്രശ്നമല്ല. അവർ നിങ്ങളെ ഇത്ര കാലവും രണ്ടും കൈയും നീട്ടി സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിത്രങ്ങൾ വാങ്ങിയത് മറ്റ് മതസ്ഥരല്ല, സനാതനികൾ തന്നെയാണ്. എടുക്കുന്ന തൊഴിലിനോട് ചേർത്ത് നിർത്തുന്ന കൈകളോടും അല്പം ബഹുമാനം ആവാം. മതം, ജാതി, ആരാധന മൂർത്തികൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ജാഗ്രത കാട്ടണം. ഇതാണ് ആദ്യം മനസ്സിലാകേണ്ടത്. ഇങ്ങനെ ഒരു വിഷയമാണ് ജസ്ന സലീം ചെന്ന് പെട്ടിരിക്കുന്നത്. മറ്റൊരു മതത്തിലുള്ള ജസ്ന സലീം വേറൊരു മതത്തിലുള്ള ഭഗവാന്റെ ഈശ്വരൻ്റെ പടം വരയ്ക്കുമ്പം വളരെ സൂക്ഷിച്ച് വായിന്ന് വീഴുന്ന വാക്കുകൾ പോലും സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ എന്തിനാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? അറിവില്ലായ്മ എന്നാണ് ഉത്തരമെങ്കിൽ അറിവില്ലാത്തത് ചെയ്യാതിരിക്കുക. അറിയാത്തതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്നാണ് ജസ്ന സലീമിന് പറയാനുള്ളെങ്കിൽ അറിവില്ലാത്തത് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഭക്തയാണോ അല്ലയോ എന്നത് ഞങ്ങളുടെ വിഷയമേ അല്ല. അത് അളക്കാനുള്ള അളവുകൾ നിങ്ങളുടെ ഉള്ളിലാണ് വേണ്ടത്. അത് അളക്കുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് യാതൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയും റീൽസും അല്ല ജീവിതം. അതാണ് ജസ്ന സലീം ആദ്യം മനസ്സിലാക്കണം. മൊത്തം സോഷ്യൽ മീഡിയ എടുത്തിട്ട് മുഴുവൻ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം പറയുന്ന പിന്നെ പറയില്ല, അങ്ങനെ അങ്ങ് കിടന്ന് ഒരു എന്താണോ ഇങ്ങനത്തെ സ്വഭാവം എന്നറിയില്ല. എന്താണേലും ഒരു പക്വതയില്ല. അതിൻ്റെ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. ആത്മഹത്യയിലേക്ക് വരെ നീങ്ങേണ്ട ഒരു അവസ്ഥയിലെത്തി. അതുപോലെ തന്നെ ഒരു പക്വതയില്ലാതെ അവിടെ പോയി വഴക്കുണ്ടാക്കി. ആ വഴക്കുണ്ടാക്കിയത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മീഡിയയും റീൽസും അല്ല ജീവിതം. അതാണെന്ന് തെറ്റിദ്ധരിച്ച് കോപ്രായങ്ങൾ കാട്ടുന്നതാണ് നിങ്ങൾക്കും നിങ്ങളെപ്പോലെയുള്ളവർക്കും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. അത് ശരി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. വളരെ കറക്റ്റാണ്. 100% കറക്റ്റാണ്. പക്വതയില്ലാതെ ഓരോ വിവരക്കേട് ചെയ്യുന്നതുകൊണ്ടാണ്. ഒന്നും ആരും വരുത്തിയതല്ല. സർവ്വതിനെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കൂ. കുഴലൂത്തും കോമാളിക്കളിയും തല്ലുണ്ടാക്കാനുള്ള വേദിയായി ഗുരുവായൂർ അമ്പലത്തിനെ കാണരുത്. അതും ഒരു മെയിൻ പോയിന്റ്. എല്ലാവരും കമൻറ്റിലൂടെ പറഞ്ഞ അതാണ്. അത് ദയവായി ഗുരുവായൂർ അമ്പലത്തെ പരിസരത്തെ കാണാതിരിക്കുന്നു. പിന്നെ ഹൈന്ദവർ വിളക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലം എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അത് കാലാതീതമാണ്. നിങ്ങൾക്ക് നന്മ വരട്ടെ. ശ്രീമതി ജസ്ന സലീം ഇതിൻ്റെ അകത്തെ ഒരു പോയിന്റ് പറഞ്ഞു കേട്ടോ. പിന്നെ ഹൈന്ദവർ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയില്ല, അത് കാലാതീതമാണ്. ജസ്ന സലീമിന് എന്ത് വിവരം ഉണ്ടായിട്ടാണ് ജസ്ന സലീം ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കാൻ ഒരു കാരണമായല്ലോ ഞാൻ പടം വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാവേ. തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത്. സത്യാവസ്ഥയാണ്. കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കണ്ണൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു. പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്തൊരു തെറ്റ് നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ്.
ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാവരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത്. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് വിവരക്കേടെന്ന് പറയുക. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിവരക്കേട് ക്ഷമിച്ച് വിടുന്ന ആൾക്കാരെ വേണം നമ്മൾ കൈകൂപ്പാൻ. അത്ര വിവരക്കേടാണ് വിളിച്ച് പറഞ്ഞ്. ഹൈന്ദവർ വിളക്ക് കത്തിക്കാൻ ജസ്ന സലീമിൻ്റെ ഫോട്ടോ വേണോ? അല്ല, ഈ ജസ്ന സലീം ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയെന്ന് പറയുന്ന പോലത്തെ ഒരു വ്യക്തിയാണ്. ഇന്നലെ നമ്മൾ ഈ ജസ്ന സലീമിനെ കാണാൻ തുടങ്ങിയത്. ഹൈന്ദവർ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണോ? ഈ വാചകങ്ങൾ പറഞ്ഞു വിടുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കണം. ഇത്ര നിസ്സാരമായിട്ട് മറ്റൊരു മതത്തിലുള്ള ആൾക്കാരെ പറഞ്ഞു വിടുമ്പോഴേ തല പോകുന്ന പ്രശ്നമാണ് പറഞ്ഞു വിട്ടത്. എന്ത് അഹങ്കാരം! ശരിക്കും പറഞ്ഞാൽ അഹങ്കാരം പോലെ നമുക്ക് തോന്നും. പക്ഷെ ഞാൻ പറയുന്നു, അഹങ്കാരമല്ല, വിവരമില്ലായതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അല്ലാതെ അഹങ്കാരമല്ല, തനി വിവരക്കേടാണ് വിളിച്ച് പറയുന്നത്. വായിൽ നിന്ന് വിടുന്ന വാക്കുകളെ പറ്റി ആലോചിക്കുന്നില്ല. അല്ലെ ഇത് മതി ജസ്ന സലീമിൻ്റെ ചീട്ട് കീറാൻ ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞു വിട്ടാൽ. വളരെ ചിന്തിക്കാതെ പറഞ്ഞ ലക്ഷ്മിപ്രിയ പറഞ്ഞ പോലെ ഇത് വളരെ സെൻസിറ്റീവ് കാര്യമാണ്. ഈ കാര്യം ജസ്ന സലീം ഇനി മുന്നോട്ടുള്ള ലൈഫിൽ വളരെ കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഈ റീൽസ് വിട്ട് വായിക്കുമെന്ന കോതയ്ക്ക് പാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് വളരെ വർഗീയമായിട്ട് വലിയ പ്രശ്നങ്ങളിലേക്കേ തീരുള്ളൂ. ഇനിയെങ്കിലും ആ കുട്ടിയൊന്നും പക്വതയോടെ ഒതുങ്ങിയാൽ എല്ലാവർക്കും കൊള്ളാം എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഈ കുട്ടിയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർക്കും കൊള്ളാം. അതെന്താ വെച്ചാൽ ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ പ്രശ്നമായി മാറി. ഇതുപോലത്തെ പ്രസ്താവന ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടി ഹൈന്ദവർ വിളക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞ കുട്ടി പ്രസ്താവന പറഞ്ഞു ഈ കുട്ടിയെ കൊണ്ടു നടക്കുന്നവർ തന്നെ താഴെയിടും. അതിനുള്ളൊരിതാണ്. മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ അവനവന് കിട്ടിയ ഒരു സിദ്ധി, ഇനി പടം വരയ്ക്കുന്നതാണെങ്കിൽ ആ സിദ്ധി ഉപയോഗിച്ച് പടം വരച്ച് ഉപജീവന മാർഗം ഉണ്ടാക്കുക. അതല്ലാതെ വിവാദങ്ങളും എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കണമെന്നുണ്ടായി ആ സോഷ്യൽ മീഡിയ തന്നെ ഇവരുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.